കടൽ തിരമാലകൾക്ക് മുകളിലൂടെ ബോട്ട് വഴിയാണ് സുനിത വില്യംസ് KLF വേദിയിലെത്തിയത്. ബോട്ടിൽ നിന്നിറങ്ങി തീരത്തേക്ക് ചെറിയൊരു ജമ്പ്. കണ്ടു നിന്നവർ മുഴുവൻ ആവേശത്തിലായി. രണ്ടാം ദിനത്തെ സെക്ഷനിൽ നാസയുടെ ഔദ്യോഗിക യൂണിഫോം ധരിച്ചാണ് സുനിത വില്യംസ് വേദിയിലെത്തിയത്. നടി റീമ കല്ലിങ്കലുമായുള്ള സംഭാഷണത്തിൽ ജീവിതത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും പല രസകരമായ കാര്യങ്ങളും പങ്കുവച്ചു. ജീവിത വിജയത്തിന് ബുദ്ധിയാണോ ജിജ്ഞാസയാണോ എന്ന ചോദ്യത്തിന് ജിജ്ഞാസയാണ് ഏറ്റവും പ്രധാനം എന്നായിരുന്നു സുനിതയുടെ മറുപടി. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയാണ് ഒരാളെ വളർത്തുന്നത് എന്ന് അവർ അടിവരയിട്ടു പറഞ്ഞു. കുട്ടികൾക്കായി ബഹിരാകാശത്തെ രസകരമായ വീഡിയോകളും കാണിച്ചു കൊടുത്തു. വ്യായാമം ചെയ്യുന്നതും ബഹിരാകാശത്ത് പിറന്നാൾ ആഘോഷിക്കുന്നതുമെല്ലാം കണ്ട് കുട്ടികൾ ആവേശത്തിലായി. ഏത് സാഹചര്യത്തിൽ നിന്നുള്ളവർക്കും സ്വന്തം പാഷൻ പിന്തുടർന്നാൽ വിജയിക്കാമെന്ന വലിയ സന്ദേശവും നൽകി. ആദ്യ ദിനത്തിലെ സെക്ഷനിൽ അവരുടെ അവസാന ബഹിരാകാശ യാത്രയെക്കുറിച്ചായിരുന്നു തുറന്നു പറഞ്ഞത്. 8 ദിവസമായി പദ്ധതിയിട്ട യാത്ര സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 9 മാസമായി നീണ്ടുപോയ അനുഭവങ്ങളും പങ്കുവച്ചു. ഒരു സമയം ഒരു പ്രശ്നം മാത്രം പരിഹരിക്കുക എന്ന സമീപനമാണ് തന്നെ മുന്നോട്ട് നയിച്ചതെന്നും പറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ എനിക്കെൻ്റെ വീട്ടിലെത്തിയതുപോലെ തോന്നുന്നു എന്ന വാക്കുകൾ സാഹിത്യ നഗരത്തിൻ്റെ ഹൃദയത്തെ തന്നെയാണ് സ്പർശിച്ചത്. കോഴിക്കോടിൻ്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ സുനിത വില്യംസിൻ്റെ ഈ സന്ദർശനം KLF ചരിത്രത്തിലെ മനോഹരമായ ഒരു ഓർമ്മയായി മാറും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.